തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ശ്രവിക്കാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രകാശമായി വ്യാപരിക്കാൻ നീ സഹായിക്കണമേ. സ്വർഗത്തിൽ നിന്നുള്ള അതിനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ ദൈവമാതാവേ, വചനത്തിൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു, നിൻ്റെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേ. 1 കൊറിന്ത്യൻസ് 10 അതിൻ്റെ 23-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എന്നാൽ എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി മാറി ചിന്തിപ്പിച്ച ഒരു വചനമാണിത്. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്, പ്രയോജനകരമായത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ ഒരു സംഭവം പടുത്തുയർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഈശോ തന്ന 1-2 ചിന്തകളൊന്ന് പങ്കുവയ്ക്കുകയാണ്. കർത്താവ് ആദ്യമായിട്ട് പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും എല്ലാം യുണീക്ക് ക്രിയേച്ചർ ഇൻ ദ വേൾഡ് ആണ്. കാരണം നമ്മളെ ദൈവം ഏകനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ. എൻ്റെ അതേ രൂപത്തിൽ, അതേ സ്വഭാവത്തിൽ, അതേ രീതിയിൽ ഒരാളെ കാണാൻ പറ്റില്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ആധാറൊക്കെ. എൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉള്ള വേറൊരു വ്യക്തി ഈ ലോകത്തില്ല. എൻ്റെ കണ്ണിൻ്റെ എലമെൻ്റ് ഉള്ള വേറൊരു വ്യക്തി ഈ ലോകത്തില്ല. എന്നെ ദൈവം യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത്. എന്നോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹവും കരുണയും അതാണ്. എന്നെ സ്വതന്ത്രനായിട്ട്, എന്നെ യുണീക്കായിട്ട്, ഏകനായിട്ട് ദൈവം സൃഷ്ടിച്ചു. എന്നെ അവൻ്റെ അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്തതാണ് നമ്മൾ എന്നാണ് പറയുന്നത്. അല്ല, ഇപ്പം ഒരാൾ കൈ കൊണ്ട് ഇപ്പം ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരെയൊക്കെ നമുക്കറിയാം. പലവിധ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരെയൊക്കെ നമുക്കറിയാം. അപ്പം ഒരു രൂപം ഇങ്ങനെ കൈ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയാണ്. അപ്പം ഒരു രൂപത്തെ ഉണ്ടാക്കി, വേറൊരു രൂപത്തെ ഉണ്ടാക്കി. ഇത് എങ്ങനെയൊക്കെ ഒരുപോലെ ആക്കാൻ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ട് ഇത് തമ്മിൽ. കാരണം അത് കൈ കൊണ്ടുണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്. കാരണം അത് ആ സമയത്തിന് വ്യത്യാസമുണ്ടല്ലോ. രണ്ട് സമയത്താണല്ലോ ഉണ്ടാക്കുന്നത് എന്ന് പറയണ പോലെ തന്നെ നമ്മളെ കർത്താവ് കൈകൊണ്ട് രൂപപ്പെടുത്തി ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മളെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് ദൈവം. യുണീക്ക് ക്രിയേച്ചർ ഇൻ ദ വേൾഡ്. അപ്പം എനിക്ക് മനസ്സിലായത്, ഈശോ പറയാണ്, നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ നിനക്ക് മാത്രമേ ഉള്ളൂ. അത് വേറൊരാൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിൻ്റെ ഉള്ളിലെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ. വേറൊരാളുടെ ഉള്ളിലെ കഴിവ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അയാൾക്കേ പറ്റത്തുള്ളൂ. കാരണം അയാളല്ല നീ അല്ല അയാൾ. പിന്നെ ഈശോ തന്ന ഒരു ചിന്ത ഇതാണ്, നീ ഒരിക്കലും നിന്നെ വേറൊരു വ്യക്തിയായിട്ട് നീ കമ്പയർ ചെയ്യരുത്. അല്ലേ, നമ്മുടെയൊക്കെ ജീവിതം കമ്പാരിസൺ ആണല്ലോ. കമ്പയർ ചെയ്യുക നമ്മൾ മിക്കവാറും കമ്പയർ ചെയ്യുന്നത് നമ്മളെ കഴിഞ്ഞ് മുകളിലുള്ള ആൾക്കാരുമായിട്ടാണ്. എന്നിട്ട് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടമല്ലേ. നമുക്ക് അതുപോലെ ആവണം എന്നും പറഞ്ഞിട്ടുള്ള ഓട്ടമാണ്. ഈ ഓടിയാലോട്ട് കിട്ടുമോ? കിട്ടിയാലോട്ട് തികയുമോ? തികഞ്ഞാലോട്ട് വല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? അതുമില്ല. എന്നിട്ട് വ്യഗ്രത പൂണ്ട് ഇങ്ങനെ ഓട്ടവാ. എന്തിനാ ഓടുന്നത് ചോദിച്ചാൽ എന്താ ചെയ്യുന്നത്? അതും അറിയത്തില്ല. ആർക്ക് വേണ്ടിയാ ഓടുന്നേ? അറിയത്തില്ല. എന്തിനു വേണ്ടിയാ, എന്ത് നേടാൻ വേണ്ടിയാ ഓടുന്നേ? അറിയത്തില്ല. പക്ഷേ ഓട്ടവാ.
ഒരു മിനിറ്റ് സ്വസ്ഥമായിട്ടിരിക്കാൻ സമയമില്ല. വീട്ടിൽ കൊടുക്കാനായിട്ട് സമയമില്ല. ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ സമയമില്ല. മക്കൾക്ക് കൊടുക്കാനായിട്ട് സമയമില്ല. കർത്താവിൻ്റെ കൂടെ ഇരിക്കാനായിട്ട് സമയമില്ല. നന്മകൾ ചെയ്യാനായിട്ട് സമയമില്ല. ഓടുക, എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിൽ. വീണ്ടും കർത്താവ് ഇങ്ങനെ സൂചിപ്പിച്ചു, കാരണം നീ ഒന്നിലും നിനക്കൊരു കോംപ്ലക്സ് പാടില്ല. പലർക്കും പല കോംപ്ലക്സാണ്. എനിക്കിത് തന്നിട്ടില്ല, അവർക്കിത് കൊടുത്തു. എനിക്ക് ഈ കഴിവില്ല, അവർക്ക് ആ കഴിവുണ്ട്. കോംപ്ലക്സാണ്. നമുക്ക് നിറക്കുറവുണ്ട്, അവിടെ നിറക്കൂടുതലുണ്ട്. കോംപ്ലക്സാണ്. നമുക്ക് പൈസയുണ്ട്, അവിടെ പൈസയില്ല. കോംപ്ലക്സാണ്. എല്ലാം ഇങ്ങനെ ഭയങ്കര ഒരു കോംപ്ലക്സ് മൈൻഡോട് കൂടിയാണ് നമ്മൾ കാണുന്നത്. ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ആരെയും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രം ശരി എന്ന് ഉറച്ചു നിൽക്കും. മറ്റുള്ളവരുടെ ഒരു തീരുമാനത്തിന് ഒന്നിനും ഒരു വിലയും കൽപ്പിക്കത്തില്ല. അങ്ങനെ പോകുന്ന പാടില്ല എന്ന് പറഞ്ഞു. കാരണം നീ അടിച്ചേൽപ്പിക്കരുത് ഒന്നും. കാരണം എന്നെ യുണീക്കായിട്ട് സൃഷ്ടിച്ച പോലെ തന്നെ അവരെ യുണീക്കായിട്ട് സൃഷ്ടിച്ചേക്കുന്നത്. എനിക്ക് സ്വാതന്ത്ര്യം തന്നേക്കണ പോലെ തന്നെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തേക്കണത്. എനിക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് കൊടുത്ത സ്വാതന്ത്ര്യത്തിൽ അവരും ചെയ്യുന്നത്. നീ ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ പോകരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നെ കാണിച്ചത് ഈ വചനത്തിൽ ഇതാണ്. എല്ലാം നിയമാനുസൃതമാണ്, എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. അതിനകത്ത് എനിക്ക് വ്യക്തമായിട്ട് കർത്താവ് പറയുന്നത്, വേറൊരു വ്യക്തിയെ നീ ഇമിറ്റേറ്റ് ചെയ്യരുത്, അനുകരിക്കരുത്. കാരണം ഈ ഒരു അനുകരണം വലിയൊരു കെണിയാണ്. ഒരു ഇമിറ്റേഷൻ, അനുകരണം, എല്ലാ കാര്യത്തിലും അങ്ങോട്ട് അനുകരിക്കുക, അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ചെയ്യാനായിട്ട് അവരല്ല നീ, മനസ്സിലാക്കുക. അവരല്ല നീ. അവർക്ക് കൊടുത്തേക്കുന്ന കഴിവല്ല നിനക്ക് തന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യാം. നിനക്ക് നിയമാനുസൃതമാണിത്. കാരണം നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം നിനക്ക് എന്ത് വേണേൽ ചെയ്യാം. പക്ഷേ അത് പ്രയോജനകരമാവണമെന്നില്ല, അത് പടുത്തുയർത്തണമെന്നില്ല. കാരണം ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടമൊക്കെ ഇങ്ങനെ തുടങ്ങി നമ്മളതൊക്കെ ഫേസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇത്. ആ സമയത്ത് എന്തോരം യൂട്യൂബ് ചാനൽസാണ് വന്നത് അല്ലേ? ശരിക്കും എന്തുമാത്രം യൂട്യൂബ് ചാനൽസാണ് വന്നത്. ഇതെല്ലാം കോപ്പിയടിയല്ലേ? അതിനകത്തുനിന്ന് എന്തോ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുണ്ട്. അത് യുണീക്കാണ്. അതിൻ്റെ പിന്നിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതിൻ്റെ പിന്നിലൊരു എഫേർട്ടുണ്ട്. അതിൻ്റെ പിന്നിലൊരു കഷ്ടപ്പാടുണ്ട് അല്ലേ? ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള എഫേർട്ടും അതിൻ്റെ അനുസരിച്ചുള്ള ക്രിയേറ്റിവിറ്റിയും ഒരു യുണീക്നെസ്സും അതിനകത്ത് വരുന്നുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് കിട്ടുന്ന റിവാർഡാണ് അത്. അതുപോലെ കോപ്പി അടിച്ചെന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്ക് അത് കിട്ടണമെന്നില്ല, കിട്ടില്ല. കാരണം അതിൻ്റെ ക്രെഡിബിലിറ്റി ഗോസ് ടു ദ ഫസ്റ്റ് പേഴ്സൺ. കാരണം അയാൾക്ക് അതിൻ്റെ ക്രെഡിബിലിറ്റി ഉള്ളത്. കാരണം അയാളാണ് അത് യുണീക്കായിട്ട് ചിന്തിച്ചേക്കണത്. ശരിക്കും ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ്, എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ ഞാൻ പറയണത്. കാരണം നമ്മുടെ തനതായ ഒരു രുചിക്ക് ആഹാരം കഴിച്ചിട്ട് കുറേ കാലമായെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ എന്തുണ്ടാക്കണമെങ്കിലും നമ്മൾ ഇത് റെഫർ ചെയ്തിട്ട് അതേ റെസിപ്പിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടേതായിട്ടുള്ള ഒരു കഴിവ് പുറത്തോട്ട് വരുന്നേ ഇല്ല. ശരിയല്ലേ? നമ്മുടേതായിട്ടുള്ളൊരു കഴിവ് പുറത്തോട്ട് വരുന്നേ ഇല്ല. കുറച്ചു കാലമായിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മാറ്റാൻ തുടങ്ങി. ഇത് കർത്താവ് പറഞ്ഞു തന്നതോടുകൂടി ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ തുടങ്ങി. മാറ്റി വെച്ചിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ വരുമ്പോഴല്ലേ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമുക്ക് ചില അനലറ്റിക്കൽ സ്കിൽസൊക്കെ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പായി വരത്തുള്ളൂ അല്ലേ? എന്തെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇച്ചിരി എരിവ് കൂടിപ്പോയി, അടുത്ത പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോൾ എരിവ് കുറയ്ക്കാനായിട്ടുള്ള ഒരു സ്കില്ലിലേക്ക് നമ്മൾ വരാൻ പറ്റത്തുള്ളൂ
അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ മുളക് പൊടി എന്ന് പറഞ്ഞാൽ 3 സ്പൂൺ മുളക് പൊടി തന്നെ ഇട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ശരിയല്ലേ? ഇനി ചില കമ്പനികളുടെ സിറ്റുവേഷൻ എടുത്ത് കൊള്ളുക. ചില ബിസിനസ് സെക്ടേഴ്സ് അല്ലേ, ഒരിടത്ത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഗ്രോ അപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് തന്നെ കുറച്ച് ആൾക്കാർ ചെന്നിട്ട് ഇതുപോലെ തന്നെ വേറൊരെണ്ണം തുടങ്ങും. വിജയിക്കണമെന്നില്ല, വിജയിക്കില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കഷ്ടപ്പാട്, ഇതിനെ പൊക്കിയെടുത്തതിൻ്റെ അതിനുവേണ്ടി വിയർപ്പ് ചിന്തിയ, അതിനുവേണ്ടി സമയം ചെലവഴിച്ച ഓരോ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ കഴിവുണ്ട് അതിനകത്ത്, അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കിടക്കുക. അങ്ങനെ ഒരു ബേസ്മെൻറ്റിൻ്റെ പുറത്താണ് ആ സ്ഥാപനം കയറി വന്നേക്കുന്നത്. അത് വെറുതെ ഒന്നും അല്ല, വെറുതെ ഒന്നും ഒരു സ്ഥാപനം ഒന്നും കയറി വരത്തില്ല അങ്ങനെ. കാരണം അതിൻ്റെ പിന്നിൽ എടുത്തേക്കുന്ന ഒരു എഫേർട്ട്, വർഷങ്ങളുടെ ഒരു പരിചയ സമ്പത്ത്, ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോൾ ഇന്ന് കാണുമ്പോഴത്തേക്ക് ആ ഒരു പൊസിഷൻ കാണുന്നേ, അപ്പോൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ കിട്ടുമെന്നാണ് കരുതുന്നേ. ഇല്ല, അത് സീറോയിൽ നിന്ന് തുടങ്ങുന്നവർക്കേ അങ്ങനെ എത്താൻ പറ്റത്തുള്ളൂ. സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്, അതങ്ങനെ തുടങ്ങിയവർക്കറിയാം, അങ്ങനെ ചെയ്യുന്നവർക്കറിയാം. സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്. എന്നെയൊക്കെ എൻ്റെ ദൈവം ഒത്തിരി അനുഭവത്തിലൂടെ നയിച്ചതാണ്. കാരണം എൻ്റെ 21-ാമത്തെ വയസ്സിൽ എൻ്റെ ഫാദറിന് വലിയൊരു ആക്സിഡൻ്റായി. ആൾ നട്ടലിൻ്റെ 8 കണ്ണിയൊക്കെ പൊട്ടി, ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. കഴുത്തിന് താട്ട് കംപ്ലീറ്റ് തളർന്നു പോയതാണ്. 1 മണിക്കൂറിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ആ സമയത്ത് വീട്ടിലെ സിറ്റുവേഷൻ, ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, കുറേ കടങ്ങൾ മാത്രമേ ഉള്ളൂ. അന്ന് എനിക്ക് വയസ്സ് 21. ആ 21 വയസ്സിൽ ഒറ്റയ്ക്ക് ഓടാൻ തുടങ്ങിയതാണ്. തന്നെ കഷ്ടപ്പെട്ടാണ് കയറി വന്നത്, സീറോയിൽ നിന്നാണ് തുടങ്ങിയത്. അതുകൊണ്ട് വില നന്നായിട്ട് അറിയാം, നമുക്ക് കഷ്ടപ്പാടിൻ്റെ വില അറിയാം. അതുകൊണ്ട് ഇന്നും കിട്ടുന്ന സാലറി ഒന്നും 5 പൈസ നഷ്ടപ്പെടുത്തത്തില്ല, നഷ്ടപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. കാരണം അതിൻ്റെ വില നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. 1 രൂപ വെറുതെ കളയാനായിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ല. കാരണം 1 രൂപ ഇല്ലാതെ നടന്നിട്ടുണ്ട്, കിട്ടാതെ നടന്നിട്ടുണ്ട്. ആഹാരം വേസ്റ്റ് ചെയ്യത്തില്ല. കാരണം പട്ടിണിക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാതെ. വിഷക്കുപ്പി വരെ കൈ പിടിച്ച് നടന്ന സമയങ്ങളുണ്ട്. അവിടുന്നാണ് കർത്താവ് പിടിച്ച് പൊക്കുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു വഴിയാണ്, രൂപപ്പെടുത്തലിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൈകൊണ്ടിങ്ങനെ മെനഞ്ഞെടുക്കുന്ന രൂപപ്പെടുത്തലിൻ്റെ ഓരോ കാലഘട്ടങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ഉള്ളിലെ ആ വ്യക്തിത്വത്തെ അങ്ങോട്ട് മെനഞ്ഞെടുക്കുന്ന കാലഘട്ടങ്ങൾ. അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു യുണീക്നെസ് ഉണ്ടാവുന്നത്. തന്നെത്താനെ ഓടാനാണ് തുടങ്ങിയത്. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ തന്നെത്താനെയാണ് പഠിച്ചത്, കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് ഇന്ന് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഒരു വിഷയമില്ല, നമുക്ക് മറികടക്കാൻ പറ്റും. വല്ലാത്തൊരു ധൈര്യമുണ്ട്. എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാനായിട്ട് കർത്താവ് കൃപ തരുന്നുണ്ട്. കാരണം ആ ഒരു യുണീക്നെസ് ഉണ്ടാവണം എന്ത് കാര്യത്തിലും, അല്ലേ? ഈ പ്രശസ്തരായ ഈ ചിത്രകാരന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ? അവരെല്ലാം വരച്ച് പടങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഒരു കയ്യൊപ്പ് അവിടെ ഇടും. ദാറ്റ്സ് എ യുണീക്ക്. കാരണം അവരുടെ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഹൈഡ് ചെയ്ത് അവർ വെച്ചിരിക്കും. കാരണം അത് അവരുടെ സ്പെഷ്യാലിറ്റിയാണ്. ആ ഒരു യുണീക്നെസ് ആണ് അവരെ ഒരു വ്യക്തിത്വങ്ങളാക്കി മാറ്റി നിർത്തുന്നത്. നമ്മുടെ രാജ്യത്തും ഉണ്ടല്ലോ സർ, അബ്ദുൽ കലാം സാറിനെയൊക്കെ എടുത്ത് നോക്കിക്കേ, ഒരു യുണീക്നെസ് അല്ലേ? ആ ഒരു സിംപ്ലിസിറ്റിയും ഒരു എളിമയും വിജ്ഞാനവും, ഇറ്റ്സ് എ യുണീക്നെസ്. അതെല്ലാം നിയമാനുസൃതമാണ്, എന്താ പ്രയോജനകരമല്ല, പടുത്തുയർത്തുന്നില്ല. നീ അബ്ദുൽ കലാം സാറിൻ്റെ മുടിയൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ? ഇപ്പം നമ്മളും അതുപോലെയൊക്കെ മുടിയിട്ട് നടന്നെന്ന് പറഞ്ഞിട്ട് അബ്ദുൽ കലാം സാർ ആവില്ല. നമ്മളൊരു സാധനം അതുപോലെ തന്നെ കോപ്പി അടിച്ചെന്ന് പറഞ്ഞിട്ട് ആവില്ല. പ്രത്യേകിച്ച് ആത്മീയ രംഗത്തിലേക്കൊക്കെ ഞാനൊക്കെ കടന്നു വന്നപ്പോൾ, ശുശ്രൂഷ രംഗത്തിലേക്കൊക്കെ കടന്നു വന്നപ്പോൾ പലരോടും നമ്മളിങ്ങനെ സജഷൻ ചോദിക്കുമല്ലോ ആദ്യം, എങ്ങനെ ടോക്ക് എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ, ഇന്ന അച്ഛൻ്റെ ടോക്ക് കേൾക്കുക, ഇന്ന അച്ഛൻ്റെ ടോക്ക് കേൾക്കുക,
ഇന്ന ബ്രദറിൻ്റെ ടോക്ക് കേൾക്കുക, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക, എന്നിട്ടൊരു സാധനം പ്രസൻറ്റ് ചെയ്യുക. ഇന്ന എടുക്കാൻ 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 അവരല്ല നീ, അല്ല അവർക്ക് കൊടുത്തിരിക്കുന്ന അഭിഷേകം അല്ല നിനക്കുള്ളത്. ഇനി അവരും അഭിഷേകം വാങ്ങിച്ചെടുത്തത് സഹനത്തിൻ്റെ തൂച്ചുളയിൽ വെന്ത് നീറിയാ അത് വാങ്ങിച്ചെടുത്തേക്കുന്നതേ. അതൊന്നും വെറുതെ കിട്ടുന്ന സാധനമൊന്നുമല്ല. ഇനി അവരുടെയൊക്കെ ആദരത്തിലൂടെ ദൈവ സ്നേഹമാണെന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ അഭിഷേകം ഒഴുകുമ്പോൾ അവരെയൊക്കെ രൂപപ്പെടുത്തിയ ആ ഒരു പാഠശാല എന്ന് പറയുന്നത് അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരു ജീവിത കളരിയാവുന്ന പാഠശാലയിൽ വെന്ത് നീറി ഉരുകി വാർത്താണ് അവരങ്ങനെ നിന്ന് പറയുമ്പോൾ ആ ഒരു അഭിഷേകം ഒഴുകുന്നത്. അതിൻ്റെ ഒരു 1% പോലും അനുഭവിക്കാത്തൊരു വ്യക്തിയിൽ നിന്ന് എങ്ങനെ ഒഴുകാനാ? അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് അതേപടി ചെന്ന് ഇടിക്കും. ചിലത് അതേ കാര്യം വേറൊരാൾ പറഞ്ഞാൽ അഫക്റ്റ് ചെയ്യത്തില്ല. ചിലർ വന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി, കംപ്ലീറ്റ് സൈലൻ്റ് ആവും. ചിലർ വന്ന് ഇവിടുന്ന് ഒച്ചപ്പാടുണ്ടാക്കി വിളിച്ച് കയറിയാലും ആരും അനങ്ങാതിരിക്കത്തില്ല. ചിലർ ഒരു പയറുമണി കൊണ്ട് മരുഭൂമിയിലിട്ടാലും കിളുക്കും. ചിലർ എത്ര നല്ല മണ്ണിലിട്ട് വെള്ളം ഒഴിച്ചാലും കരിഞ്ഞു പോവും. കിട്ടുന്നുണ്ടോ? ഇത് ആ ജീവിത എക്സ്പീരിയൻസിലൂടെ കടന്നു വരുന്നൊരു സാധനമാണ്. അത് ഇമിറ്റേറ്റ് ചെയ്യേണ്ട സാധനം അല്ല അത്. അല്ലെ, വാളെടുത്തവരാരും വെളിച്ചപ്പാടാവത്തില്ല. അതിലേക്കൊരു യാത്രയുണ്ട്. ആ യാത്ര തുടങ്ങണം. അത് കഷ്ടപ്പാടിൻ്റെയും സഹനത്തിൻ്റെയും ഈ ബുദ്ധിമുട്ടിൻ്റെയും ഒരു യാത്രയാണ്. അതിലൂടെയോ നമുക്കൊരു യുണീക്നെസ് ദൈവം നമുക്ക് തരത്തുള്ളൂ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നില്ല. അല്ലെ, സമൂഹത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നില്ല, ഭവനത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എപ്പോഴും കോപ്പിയടിയാണ്. അല്ലേ, ഞാൻ വേറെ ആരുടെയോ കോപ്പിയാണ്. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കെന്താ മാറ്റം വരുന്നത്? മാറ്റം വരുന്നില്ല. നമുക്ക് മാറ്റം വരണം. പ്രയോജനകരമായത് മാത്രം നമ്മൾ ചെയ്യാവുള്ളൂ. പടുത്തുയർത്തുന്ന മാത്രം നമ്മൾ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ പഠനത്തിൻ്റെ കേസിൽ, പിള്ളേരെ പഠിപ്പിക്കുന്ന കേസിൽ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കുഞ്ഞുങ്ങൾ ചെറുപ്രായം തൊട്ട് വളരുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിൽ എന്ത് കൃപയാണ്, എന്ത് നന്മയാണ്, എന്ത് കഴിവാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ആ കൃപയനുസരിച്ച്, ആ കഴിവനുസരിച്ച് അവരെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വേണം അവർക്ക് അതനുസരിച്ച് വേണം വിദ്യാഭ്യാസവും കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ മറ്റാരുടെയോ കുഞ്ഞുങ്ങൾ ഇതിന് പോയി ഇത്ര രൂപ മുടക്കി പഠിച്ചു, ഇനി എൻ്റെ കുഞ്ഞുങ്ങളെയും അതിൻ്റെ അപ്പുറം മുടക്കി പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നോക്കേണ്ടത്. അത് അബദ്ധത്തിൽ ചെന്ന് ചാടത്തുള്ളൂ, പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്നൊരു കുഞ്ഞിനെ ഇന്ന രീതിക്കാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെയും ആ രീതിക്ക് തന്നെ കല്യാണം കഴിപ്പിക്കണം. എന്നിട്ട് ഇല്ലാത്തടത്തുനിന്ന് കടവും വാങ്ങിച്ച് അതും വാങ്ങിച്ചെല്ലാം ചെയ്യും. ലാസ്റ്റ് ഇതും വീട്ടണ്ടേ? പടുത്തുയർത്തപ്പെടുന്നില്ല, താഴേക്ക് പോവുക, പ്രയോജനപ്പെടുന്നില്ല ഒന്നും. അതുപോലെ ഒരു വീട്ടിൽ ഇന്ന കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ വീട്ടിലും ആ കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്യണം. ചിലപ്പോൾ നമുക്കത് പ്രയോജനപ്പെടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യം അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ദൈവിക ശുശ്രൂഷയിൽ കർത്താവ് നമുക്ക് തരുന്ന ആ ഒരു ദൈവികതയാണ് നമ്മൾ പങ്കുവെക്കേണ്ടത്. നമ്മുടെ എക്സ്പീരിയൻസാണ് നമ്മൾ പങ്കുവെക്കേണ്ടത്. ശരിക്കും ഈ പൗലോസിൻ്റെ ലേഖനങ്ങൾ, ഇതും പൗലോസിൻ്റെ ലേഖനമാണല്ലോ. 1 കൊറിന്ത്യൻസിന് എഴുതിയ ലേഖനമാണല്ലോ. ഇതിനകത്ത് ഈ പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൗലോസിൻ്റെ എക്സ്പീരിയൻസാണ്. പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണം മുഴുവൻ ദൈവം പൗലോസിൻ്റെ ഉള്ളിൽ ഇട്ടേക്കുന്ന കൃപയുടെ ആപ്ലിക്കേഷൻസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേസ് സ്റ്റഡീസാണ് ഫുള്ള്. അതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റാണ് ഈ സാധനം ഇവിടെ വെച്ചേക്കണ സാധനം. കാരണം അതാണ് യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. കർത്താവ് നമുക്ക് തരുന്ന ചിന്തയനുസരിച്ച് നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്തുന്ന ഒരു അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് മാനസാന്തരം ഒഴുകത്തുള്ളൂ, മാറ്റം ഉണ്ടാകത്തുള്ളൂ. കാരണം മാറ്റം വന്ന ഒരു വ്യക്തി പറയണം, അല്ലെ മാറി ചിന്തിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞാലോ മാറി ചിന്തിപ്പിക്കാൻ പറ്റത്തുള്ളൂ.
അച്ചടക്കമുള്ള ഒരു വ്യക്തി പറയുമ്പോഴേ അച്ചടക്കത്തിൻ്റെ ഒരു അരൂപി വ്യാപരിക്കത്തുള്ളൂ. സ്നേഹമുള്ള ഒരു വ്യക്തി പറയുമ്പോഴേ സ്നേഹത്തിൻ്റെ അരൂപി വ്യാപരിക്കത്തുള്ളൂ. ക്ഷമയുള്ള ഒരു വ്യക്തി പറയുമ്പോഴേ ക്ഷമയുടെ അരൂപി വ്യാപരിക്കത്തുള്ളൂ. ഈ കൃപകൾ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിത കളരയിൽ ഈ സാധനം പ്രാക്ടീസ് ചെയ്തെടുക്കണം. എടുത്ത് നമ്മളൊരു യൂണീക്നെസ്സായിട്ട് കയറി വരണം. അങ്ങനെ നമ്മൾ വേറിട്ട് നിൽക്കണം. കാരണം കർത്താവ് രൂപപ്പെടുത്തിയതാണല്ലോ നമ്മളെ. അവൻ്റെ സ്വന്തം കൈകൊണ്ട് മെനഞ്ഞെടുത്തതാണല്ലോ. അതുപോലെ അല്ലല്ലോ വേറൊരാളെ മെനഞ്ഞെടുത്തേക്കണത്. അതുകൊണ്ട് നമുക്ക് ആ കർത്താവിൻ്റെ കൂടെ ഇരിക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമാകുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തുന്നത്, ഇത് കർത്താവിനോട് ചോദിക്കുക. കാരണം മെനഞ്ഞവന് പറഞ്ഞു തരാൻ പറ്റും. അവൻ പറഞ്ഞു തരും. അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പ്രയോജനകരമായി മാറട്ടെ. നമ്മുടെ ജീവിതമൊക്കെ പടുത്തുയർത്തപ്പെടണം. അത് അടിമത്തത്തിലേക്കും തകർച്ചയിലേക്കും വീണ് പോകാനുള്ളതല്ല. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 2ലേക്ക് 3ലേക്ക് 4ലേക്ക് ഇങ്ങനെ കയറി പോകാനുള്ളതാണ്. പടുത്തുയർത്താനുള്ളതാണ്. നമുക്കൊരു സമൂഹത്തെ പടുത്തുയർത്താം. അടുത്തൊരു തലമുറയെ പടുത്തുയർത്താം. നമുക്ക് നമ്മുടെ സഭയെ പടുത്തുയർത്താം. കാരണം മാറി ചിന്തിക്കാം കേട്ടോ. അത് മറ്റ് ആരുമായിട്ടും ഒന്ന് കമ്പയർ ചെയ്ത് കോപ്പി അടിക്കാനോ ഇമിറ്റേറ്റ് ചെയ്യാനോ ഒന്നും ഉള്ളതല്ല. അതുകൊണ്ട് അതിനുള്ളൊരു കൃപ നമുക്ക് കർത്താവിനോട് ചോദിക്കാം. കർത്താവേ, ഈ വചനം എല്ലാം നിയമാനുസൃതമാണ്, എല്ലാം പ്രയോജനകരമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാനുള്ള കൃപ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ ഓഫീസിൽ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കപ്പെടട്ടെ. പിതാവായ ദൈവമേ, അതിനുള്ള വലിയൊരു കൃപ പുത്രനിലൂടെ ഞങ്ങൾക്ക് തരണമേ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളാവാനാണല്ലോ നിൻ്റെ പുത്രൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള കൃപ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ.